Okay, students, welcome back to the class. Okay, so our exams are over. Again, we are back to the class. Alan? Yes. So we had just started the third chapter. Alan, നമ്മുടെ മൂന്നാമത്തെ പാഠം ഒന്ന് തുടങ്ങിയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നോക്കിയേ എന്താ നോക്കിയേ? ഹോം സ്വീറ്റ് ഹോം അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ഹോം സ്വീറ്റ് ഹോം. We need a house to live in. അല്ലേ? നമ്മൾ പറഞ്ഞേ we need a house to live in. We need a house to live in. പിന്നെയോ we live with our family. We live with our family in our house. അല്ലേ? We live with our family in our house. പിന്നെയോ പിന്നെ നമ്മൾ എന്താ കണ്ടേ? നെക്സ്റ്റ് തേർഡ് സെന്റൻസ് നോക്കിയേ. A house becomes a home when a family lives in it. എന്താണ്? A house becomes a home. A house becomes a home when a family lives in it. When a family lives in it. Okay. പിന്നെയോ പിന്നെ നമ്മൾ എന്താ കണ്ടേ? Our house shelters us. Our house shelters us from the sun, the wind, the rain, and wild animals. അല്ലേ? Yes. Okay. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? We need a house to live in. നമുക്ക് എല്ലാവർക്കും ഹൗസ് ഉണ്ട് അല്ലേ? ഉണ്ടോ? We all have got houses to live in. Yes, we need a house to live in. ഫിംഗർ വെച്ച് വായിച്ചേ. ഫിംഗർ വെച്ച ടെക്സ്റ്റ് ബുക്കില് എന്നിട്ട് വായിച്ചേ. We need a house to live in. Second one എന്താ? We live with our family in our house. അപ്പൊ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ ഉള്ളത്? അല്ല. ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ ടുഗദർ മേക്ക് എ ഫാമിലി അല്ലേ? നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലി ഒന്നിച്ചാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉള്ളത്. പിന്നെയോ എ ഹൗസ് ബിക്കംസ് എ ഹോം when a family lives in it. Yes, നമ്മൾ എല്ലാവരും അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒന്നിച്ച് താമസിക്കുമ്പോഴാണ് ആ വീട് അതൊരു ഭവനമാവുന്നത് അല്ലേ? ഇറ്റ് ബിക്കംസ് എ ഹോം. അല്ലെങ്കിലോ അതൊരു ഹൗസ് ആയി മാറും അല്ലെ? ഹൗസ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് അല്ലെ പണി തീർത്തിരിക്കുന്ന ഒരു എന്താണ് കെട്ടിടം, അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ ഫാമിലി നമ്മൾ എല്ലാവരും ഒന്നിച്ച് ആ വീട്ടിൽ താമസിക്കുമ്പോഴാണ് അതൊരു ഹോമായി മാറുന്നത്. പിന്നെയോ ഈ ഹൗസ് നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കിയേ. Our house shelters us from the sun. അല്ലേ? നല്ല സൂര്യന്റെ ആ ഒരു വെയിലൊക്കെ കൊള്ളാതെ നമ്മളെ സൂക്ഷിക്കുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ വീടിനകത്ത് നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് വെയിൽ കൊള്ളില്ല അല്ലേ? യെസ്. പിന്നെയോ ദ വിൻഡ്, വലിയ കാറ്റൊക്കെ ഇപ്പൊ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മള് വിൻഡോയും ഡോർസും എല്ലാം അടച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയല അല്ലെ? അപ്പൊ നമ്മുടെ വീട് നമ്മളെ
പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രം ദ ഹീറ്റ് ഓഫ് ദ സൺ അല്ലെ, ആ സൺലൈറ്റിൽ നിന്ന്, പിന്നെയോ ഹെവി വിൻഡിൽ നിന്ന്, പിന്നെയോ റെയിൻ അല്ലെ. ഇപ്പൊ മഴക്കാല, നമ്മുടെ വീടിനകത്ത് ഇരുന്ന് നമ്മൾ നനയോ? ഇല്ല. നമുക്ക് വീടുള്ളതുകൊണ്ട് നമുക്ക് വീടിനകത്ത് ഇരുന്ന് നമുക്ക് നനയത്തില്ല. അപ്പോ ഫ്രം ദ റെയിൻ ആൻഡ് ഫ്രം വൈൽഡ് ആനിമൽസ് അല്ലെ. നമ്മുടെ വീടൊക്കെ നമ്മൾ നന്നായിട്ട് അടച്ചു പൂട്ടി ഇരിക്കുമ്പോ നമുക്ക് പേടിക്കണോ ഏതെങ്കിലും വൈൽഡ് ആനിമലിനെയൊക്കെ? നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ വീട് നല്ല സുരക്ഷിതരാണ്, നമ്മുടെ വീടിനകത്ത് നമ്മൾ സുരക്ഷിതരാണ് അല്ലെ. യെസ്. അപ്പൊ നോക്കിയേ, our house shelters us from the sun, the wind, the rain and wild animals. ഇതിൽ നിന്നൊക്കെ നമ്മുടെ വീട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെയോ ബിഗ് ആൻഡ് സ്മോൾ ഹൗസസ്. നോക്കിക്കേ, ആ ഹെഡിങ് കണ്ടോ? ബിഗ് ആൻഡ് സ്മോൾ ഹൗസസ്. We see many kinds of houses around us. We see many kinds of houses around us. Many kinds of houses around us. Around us. A house may be big or small. Alle? A house may be big or a house may be big or small. എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ വലിയ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ചില വീടുകൾ തീരെ ചെറിയ വീടുണ്ടായിരിക്കും. ബിഗ് ഹൗസസ് ഹാവ് മെനി റൂംസ് അല്ലേ. ബിഗ് ഹൗസസ് ഹാവ് many rooms. Big houses have many rooms. Small houses have a few rooms. So, small houses have a few rooms. Okay. അപ്പൊ ബിഗ് ഹൗസിന്റെ സ്മോൾ ഹൗസിന്റെ ഡിഫറൻസ് ആയി ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലേ. ബിഗ് ഹൗസിന് എന്താണ്? ബിഗ് ഹൗസ് മേ ഹാവ് മെനി റൂംസ് ബട്ട് എ സ്മോൾ ഹൗസ് മേ ഹാവ് ഫ്യൂ റൂംസ് അല്ലേ. നമ്മൾ വലിയ വീടുകളും കുഞ്ഞു വീടുകളും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അത്രയേ ഉള്ളൂ പ്രത്യേകത. വലിയ വീടിന് കുറെ റൂംസ് ഉണ്ടാവാം, ചെറിയ വീടിന് കുറച്ച് റൂംസ് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താണ്, വലുതോ ചെറുതോ ആയിക്കോട്ടെ, ആ വീട് എന്താണ്? ആ വീട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളെ ഹെവി സൺലൈറ്റിൽ നിന്ന്, ഹെവി വിൻഡിൽ നിന്ന്, പിന്നെയോ മഴയിൽ നിന്ന്, വൈൽഡ് ആനിമൽസ് അല്ലെ. വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വന്യജീവികൾ അല്ലേ. അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ വീടുകളാണ്. ഓക്കെ. ഇനി നോക്കിയേ, വാനീസ് ഹൗസ്. വാനീസ് ഹൗസ്. ഓക്കെ. നോക്കിയേ, വാനി ലിവ്സ് ഇൻ കാൺപൂർ. ഇപ്പോ വാനി എന്ന് പറയുന്ന ഒരു കുട്ടി താമസിക്കുന്ന എവിടെയാ? കാൺപൂർ ആണ്. ഷി ലിവ്സ് ഇൻ എ ബിഗ് ഹൗസ്. ഹെർ ഹൗസ് ഹാസ് 3 റൂംസ്. അപ്പൊ വാനി എന്ന് പറയുന്ന ഒരു കുട്ടി താമസിക്കുന്ന എവിടെയാ? കാൺപൂർ. ഓക്കെ. അപ്പോ ഷി ലിവ്സ് ഇൻ എ ബിഗ് ഹൗസ്. അവളുടെ വീട് വലിയ വീടാണ്. ഹെർ ഹൗസ് ഹാസ് ദീസ് റൂംസ്. അപ്പോ അവളുടെ വീട്ടില് ഈ താഴെ പറയുന്ന റൂംസുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ, ദിസ് ഈസ് എ സിറ്റിംഗ് റൂം. ദേ സിറ്റ് വിത്ത് ദെയർ ഗസ്റ്റ് ഹിയർ. അപ്പോ സിറ്റിംഗ് റൂം, ഗസ്റ്റ് അല്ലെ. ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമ്മൾ അവരെ ഇരിക്കാൻ കൊടുക്കുന്ന റൂമാണ് ഗസ്റ്റ് റൂം അല്ലെ. അതിനാണ് സിറ്റിംഗ് റൂം. ഗസ്റ്റ് വരുമ്പോ നമ്മൾ ഗസ്റ്റിനെ സ്വീകരിച്ചിരുത്തുന്ന റൂം, അതാണ് സിറ്റിംഗ് റൂം. ഓക്കെ. വാനി എന്ന് പറയുന്ന കുട്ടിയുടെ ഹൗസ് ബിഗ് ഹൗസ് ആണ്. ആ ഹൗസിൽ അവർക്ക് ഗസ്റ്റിനെ സ്വീകരിക്കാനായിട്ട് ഒരു റൂം ഉണ്ട്. ഓക്കെ. അതാണ് സിറ്റിംഗ് റൂം. അവരുടെ സിറ്റിംഗ് റൂം ആണ് അത്. ഓക്കെ. ഓക്കെ. പിന്നെയോ, this is a bedroom. They rest and sleep here.
അപ്പൊ അവർ ഉറങ്ങുന്ന റൂം അതായതാണ് ബെഡ്റൂം അല്ലെ. റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, അവർക്ക് റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും വേണ്ടി അവർ യൂസ് ചെയ്യുന്ന റൂമാണ് ബെഡ്റൂം അല്ലെ. പിന്നെയോ ദിസ് ഈസ് ദ ഡൈനിങ് റൂം, ദേ ഹാവ് ദെയർ മീൽസ് ഹിയർ, അവർക്ക് ഡൈനിങ് റൂം ഉണ്ട്, അവരുടെ ഫുഡൊക്കെ അവർ കഴിക്കുന്ന റൂം, ദാറ്റ് ഈസ് ദെയർ ഡൈനിങ് റൂം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോ ഗസ്റ്റിനെ സ്വീകരിച്ച് ഗസ്റ്റിന് ഇരിക്കാൻ കൊടുക്കുന്ന സ്ഥലമാണ് ഏത്, സിറ്റിംഗ് റൂം അല്ലെ. പിന്നെയോ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, ഉറങ്ങുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്ന റൂം ഏതാ, എവിടെയാ നമ്മൾ ഉറങ്ങുന്ന റൂമിന്റെ പേരെന്താ, ബെഡ്റൂം അല്ലെ. നമ്മൾ ബെഡ്റൂമിലാണ് ഉറങ്ങുന്നത്. പിന്നെയോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഡൈനിങ് റൂം അല്ലെ. നമ്മൾ ഫുഡ് കഴിക്കുന്ന റൂമാണ് ഡൈനിങ് റൂം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത് മക്കളെ, നോക്കിയേ. വി നീഡ് എ ഹൗസ് ടു ലിവ് ഇൻ, നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണം അല്ലെ. വി നീഡ് എ ഹൗസ് ടു ലിവ് ഇൻ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നുണ്ടോ നിങ്ങള്? യെസ്, യുവർ ഫിംഗർ ഷുഡ് ബി there. Okay. We need a house to live in. We live with our family in our house. Finger വെക്കണേ മിസ് വായിക്കുമ്പോ ടെക്സ്റ്റ് ബുക്കില്. A house becomes a home when a family lives in it. വായിക്കുന്നുണ്ടോ? ഓക്കെ, സെന്റൻസ് നമുക്ക് വായിക്കാം. ആദ്യം ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. We need a house to live in. വായിച്ച എല്ലാവരും. We need a house to live in. വായിച്ചോ? രണ്ടാമത്. We live with our family in our house. വായിച്ചേ. We live with our family in our house. A house becomes a home when a family lives in it. പിന്നെയോ our house shelters us from the sun, the wind, the rain and wild animals. ഇനി big and small houses. We see many kinds of houses around us. വായിക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം കൂടെ. We see many kinds of houses around us. A house may be, ടെസ്റ്റിൽ ഫിംഗർ വെക്കണേ, big or small. Big houses have many rooms. Small houses have a few rooms. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നില്ലേ?
ടെക്സ്റ്റ് ബുക്കിൽ നോക്കി മിസ്സിന്റെ കൂട്ടത്തിൽ വായിക്കുന്നവരുന്ന് തമ്പ് തന്നെ ആരൊക്കെ നോക്കട്ടെ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, Vani's house. Vani lives in Kanpur. She lives in a big house. Her house has these rooms. This is the sitting room. They sit with their guests here. This is the bedroom. They rest and sleep here. This is the dining room. They have their meals here. Okay. മിസ് നിങ്ങളുടെ അറ്റൻഡൻസ് ഇന്ന് എടുത്തോട്ടെ. ദേവാങ് കെ, ആദിത് അനു, ദേവർഷ പി, ജോവിൻ ആൻഡ് ജോയൽ, അലൻ ജോസഫ്, ജിയ റോസ്, നിവേദ്യ, നിയദാസ്, റിച്ചാർഡ് സിജോ, ഏബൽ മാത്യു, മുഹമ്മദ് മുക്താസിം അല്ലേ? യെസ്. റസീൻ കെ, ഓക്കെ മനെ. അയൻ വിജേഷ്, ഫാത്തിമ ജുമാന, അദീന സുനിൽ കുമാർ, സൽമാൻ നസർ, ബിയോണ വി നോബൽ, ഫാത്തിമ കെ എം, അശ്വിനി, അമൻ മാധവ്, ദീക്ഷിത്, നൈല ഷക്കീർ, ആയുഷ് വി, ഐഫോണ, അൻവിത കെ, റയാൻ, റസീൻ യൂസഫ്, നിക്കോദീപ്,
അനാമിക പി രാജ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഹോം സ്വീറ്റ് ഹോമിനെ കുറിച്ച് അല്ലേ? നമ്മുടെ 3-ാം പാഠം ഹോം സ്വീറ്റ് ഹോമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വാട്ട് ആർ തിങ്സ് ഡിഡ് വി സേ? വി നീഡ് എ ഹൗസ് ടു ലിവ് ഇൻ നമ്മൾ പറഞ്ഞു അല്ലേ? നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണമെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വി ലിവ് വിത്ത് അവർ ഫാമിലി ഇൻ അവർ ഹൗസ് അല്ലേ? നമ്മള് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് വിത്ത് അവർ ഫാമിലിയാണ്. നമ്മുടെ ഫാമിലിയോട് കൂടിയാണ് നമ്മൾ താമസിക്കുന്നത് അല്ലെ? നമ്മളെല്ലാവരും നമ്മുടെ ഫാദർ, മദർ, ചിൽഡ്രൻ, ഗ്രാൻഡ് ഫാദർ, ഇഫ് ദർ ഇസ് ഗ്രാൻഡ് മദർ, ഓക്കെ, അവര് എല്ലാവരും നമ്മൾ ഒന്നിച്ച് ആണ് നമ്മുടെ ഫാമിലി അല്ലെ? Then a house becomes a home when a family lives in it. അല്ലേ? ഒരു ഹൗസ് ഒരു ഹോം ആവുന്നത് എപ്പോഴാ? അവിടെ ഒരു ഫാമിലി താമസിക്കുമ്പോഴാണ് അതൊരു ഹോം ആകുന്നത്. അല്ലെങ്കിൽ അത് ഒരു ഹൗസ് ആണ്, ഒരു വീട് മാത്രമാവുന്നു. അപ്പൊ അതില് എല്ലാ അംഗങ്ങളും ഒന്നിച്ച് താമസിക്കുമ്പോഴാണ് അതൊരു ഹോം ആവുന്നത്, ഒരു ഭവനമാവുന്നത്. അല്ലെങ്കിൽ അതൊരു കല്ലും ഇഷ്ടികയും മണ്ണും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വീട് അല്ലെ? അതിൽ ആള് താമസിക്കുന്നില്ലെങ്കിൽ ഒരു വീട് എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷെ എപ്പോഴാണോ നമ്മൾ താമസിക്കുന്നത് അപ്പോഴാണ് അതൊരു ഹോം ആയി മാറുന്നത്. പിന്നെയോ our house shelters us from the sun. നമ്മളെ എന്തിൽ നിന്നൊക്കെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? സൺ അല്ലെ? സൺലൈറ്റിൽ നിന്ന്, ശക്തമായ സൺലൈറ്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയോ the wind അല്ലെ? നല്ല കാറ്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. the rain, ഹെവി റെയിൻ ഉണ്ടാവുമ്പോ അല്ലെ? നല്ല മഴക്കാലത്ത് നമ്മൾ നനയാതെയൊക്കെ നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെയോ ഫ്രം വൈൽഡ് ആനിമൽസ്. നമുക്ക് നമ്മുടെ വീടിനകത്ത് നമ്മുടെ ഡോറൊക്കെ അടച്ചിരിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടോ? നോ, വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് അല്ലെ? നമുക്ക് പേടിയില്ല. അപ്പൊ നമ്മുടെ വീട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ബിഗ് ആൻഡ് സ്മോൾ ഹൗസസിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ബിഗ് ആൻഡ് സ്മോൾ ഹൗസസിനെ കുറിച്ച് കണ്ടത്? we see many kinds of houses around us അല്ലെ? Yeah, when we look around us, we can see different kinds of houses. Some houses may be big and other may be small. അല്ലേ? There are big and small houses around us. നമുക്ക് ചുറ്റും വലുതും ചെറുതുമായ വീടുകളെ നമുക്ക് കാണാൻ സാധിക്കും. Then a house may be big or small. House ബിഗോ ചെറുതോ ആവാം, വലുതോ ചെറുതോ ആവാം. Big houses have many rooms. അപ്പോ ബിഗ് ഹൗസിന് സ്മോൾ ഹൗസിനെ അപേക്ഷിച്ച് കുറെ റൂംസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമ്മള് വാനീസ് ഹൗസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പൊ വാനീസ് ഹൗസ് ഇസ് എ ബിഗ് ഹൗസ് അല്ലെ? അപ്പൊ വാനീസ് ഹൗസിൽ അവര് ഗസ്റ്റിനെ സ്വീകരിക്കുന്ന റൂമിന് പറയുന്ന പേരെന്താണ്? സിറ്റിംഗ് റൂം അല്ലെ? the room in which they receive their guest. ആ റൂമിന് അവര് സിറ്റിംഗ് റൂം എന്ന് പറയുന്നുണ്ട്. പിന്നെയോ അവര് their bedroom അല്ലെ? in their bedroom they rest and sleep. അവര് ഉറങ്ങുന്നത് അല്ലെ, റെസ്റ്റ് ചെയ്യുന്നതും അവരുടെ ബെഡ്റൂമിലാണ്. Then this is a dining room. They have their meals here അല്ലെ? ഡൈനിങ് റൂമിൽ എന്തൊക്കെയുള്ള? ടേബിൾ ഉണ്ട്, ചെയേഴ്സ് ഉണ്ട്. കണ്ടോ? ടേബിളും ചെയേഴ്സും ഒക്കെ ഡൈനിങ് റൂമിലുണ്ട്. അവരവിടെ ഫുഡ് കഴിക്കുന്നത് അവിടെ നിന്നാണ്. ബെഡ്റൂമിലോ ബെഡ് ഉണ്ട് അല്ലെ? യെസ്. സിറ്റിംഗ് റൂമിൽ നോക്കിയേ എന്തൊക്കെയാ ഉള്ളത്? സോഫ ഉണ്ട്, ചെയേഴ്സ് ഉണ്ട്, TV ഉണ്ട് അല്ലേ? അവിടെയാണ് അവർ അവരുടെ ഗസ്റ്റിനെ സ്വീകരിക്കുന്നത്. ഗസ്റ്റിനെ ഇരുത്തുന്ന സ്ഥലമാണത്. ദാറ്റ് ഈസ് ദെയർ സിറ്റിംഗ് റൂം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഈ പാഠത്തിനെ സംബന്ധിച്ച്? എവിടെയും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? Have you got any doubt?
ആരുടെ ചാപ്റ്റർ ഒന്ന് വായിക്കുന്നേ? Who will read this lesson? ആരെ വായിക്കുന്നേ? കൈവന്തിക്കുന്ന ആൾക്ക് അവസരം തരും. ഞാൻ ആരെയും പേര് വിളിക്കില്ല. നിങ്ങൾ ആരെങ്കിലും ഹാൻഡ് റേസ് ചെയ്യുന്ന ആൾക്ക് ചാൻസ് കിട്ടും. Yes, Richard has raised his hand. Richard ആണ് ആദ്യം കൈ പൊക്കി കാണിച്ചത്. Richard, please unmute. Home sweet home. We need a house to live in. We live with our family in our house. A house become a home when a family live in it. Okay. Our house shelters you us from the sun and the wild wind, the rain, the wild animals. Yes. Wild animals. And small houses. Big and small houses. Okay. We see many kinds of houses around you. Around us. You Salamane, you as us. Us. A house. Maybe big or big or small. Yes. Houses. Big houses. Small houses. Big house. Have many rooms. Small houses have a few rooms. Few rooms. Okay. One is house. Vani lives in Kanpur. She lives in a big house. Her house. He has these rooms. This room. This is the sitting room. They sit. They sit with their guests here. Here. This is the bedroom. They rest and sleep here. Okay. This is the dining room. They have their meals here. Okay, good. Okay, മക്കളെ, അപ്പോൾ നമ്മുടെ ടൈം തീരാറായി. അല്ലെ, കുറച്ചുപേർ കൂടെ ചാൻസ് തരാമായിരുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് ലെസൺ വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ് വരുമ്പോ എല്ലാവരും വായിച്ചിട്ട് വരണേ ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ സമയം തീരാറായി. So shall we wind up? Okay, bye.